ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലേക്ക് വരുമ്പോൾ വലതുവശത്തായി ഈ വലിയ കുളം കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇതാണ് പത്മതീർത്ഥക്കുളം. പണ്ട് ഈ കുളത്തിന്റെ മധ്യത്തിലായിട്ട് സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു താമര ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് 18-ാം നൂറ്റാണ്ടിൽ ഈ പത്മതീർത്ഥക്കുളം എന്ന പേര് ഔദ്യോഗികമായി നിലവിൽ വരുന്നത് എന്നുമാണ്. അനന്തതീർത്ഥം, ദർപ്പക്കുളം എന്നൊക്കെയായിരുന്നു ഇതിന്റെ പഴയ പേരുകൾ. മാത്രമല്ല, ശ്രീപത്മനാഭസ്വാമിയുടെ അനന്തശയനത്തിലുള്ള വിഗ്രഹം നിർമ്മിക്കുന്നതിന് വേണ്ടി നേപ്പാളിൽ നിന്ന് ഉൾപ്പെടെ സാളഗ്രാമ ശിലകൾ കൊണ്ടുവന്നിരുന്നു എന്നാണ് രേഖകൾ പറയുന്നത്. വിഗ്രഹ നിർമ്മാണത്തിന് ശേഷം ബാക്കി വന്നിട്ടുള്ള സാളഗ്രാമ ശിലകളെല്ലാം തന്നെ പത്മതീർത്ഥക്കുളത്തിന് ഉള്ളിലാണ് ഉള്ളത്. പിന്നീട് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്ത് ഈ കുളം നവീകരിക്കുകയും വിസ്തൃതി വർദ്ധിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അന്നിവിടെ രാമനാമഠം സ്ഥിതി ചെയ്തിരുന്നുവെന്നും കുളം വിസ്തൃതി വർദ്ധിപ്പിച്ചപ്പോൾ രാമനാമഠം നിന്നിരുന്ന സ്ഥലം കുളത്തിന്റെ ഭാഗമായി മാറുകയും ഉണ്ടായി. രാമനാമഠക്കാരോടുണ്ടായിരുന്ന അനിഷ്ടമാണ് കുളത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ കാരണമായത് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം തന്നെ പഴക്കം കണക്കാക്കാവുന്ന ഈ കുളം അനന്തപുരിക്ക് അലങ്കാരമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലായി ഇന്നും നിലനിൽക്കുന്നു.